കുഴക്കാതെയും പരത്താതെയും വളരെ എളുപ്പത്തിൽ ഇന്ന് നമുക്ക് നൈസ് പത്തിരി തയ്യാറാക്കിയാലോ? 3 കപ്പ് വെള്ളം നന്നായി തിളപ്പിക്കുക. ഇന്ന് 250 ml കപ്പാണ് ഞാൻ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ 2 കപ്പ് വറുത്ത പത്തിരിപ്പൊടി എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. പൊടിയിലേക്ക് നമ്മൾ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്ന അതേ നിമിഷം തന്നെ ഒരു ബീറ്റർ ഉപയോഗിച്ച് അത് നന്നായി മിക്സ് ചെയ്യുക. കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇരുന്നൂറ്റി 250 ml കപ്പിൽ 2 കപ്പ് പത്തിരി പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. അതിനായി സ്റ്റൗ കത്തിച്ച് അതിൽ ഒരു ദോശക്കല്ല് വെക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ പുരട്ടി കൊടുത്ത് കല്ല് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. പരത്തേണ്ട ആവശ്യം തീരെയില്ല. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഒരു 1.5 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് തുറന്ന് നമുക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗത്തും ഒരു 1.5 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെക്കാം. ഒന്നുകൂടി മറിച്ചിട്ട് നമ്മുടെ ചട്ടുകം ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി പൊളിച്ചു വരുന്നത് കാണാം. ഇനി മുഴുവൻ മാവ് ഉപയോഗിച്ചു നമുക്ക് ഇതുപോലെ പത്തിരി ചുട്ടെടുക്കാം. നമ്മൾ ചട്ടുകത്തുകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്തപ്പോൾ ഇതുപോലെ നന്നായി പൊളിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുഴുവൻ പത്തിരിയും റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്. കുഴക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ. വളരെ എളുപ്പമാണ്. ഇതുപോലുള്ള ഈസി റെസിപ്പിക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.